Good morning students, welcome to our GS class. Today we are going to study Standard 3 GS Chapter 6 Safety and First Aid. Okay. Today's topics are Safety and First Aid, Safety rules on the road and Safety rules in the kitchen and Safety rules for handling electrical equipments. Okay. So let us learn them in detail. We know that accidents can take place anywhere and at any time. But most accidents are caused by carelessness and can be prevented if we follow safety rules. അതായത് നമുക്കറിയാം ആക്സിഡൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഏത് സമയത്തും സംഭവിക്കാം അല്ലേ. പക്ഷെ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ കെയർലെസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ തന്നെ. പക്ഷെ നമ്മൾ കുറേ സേഫ്റ്റി റൂൾസ് ഒക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ഈ ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. Safety rules should be practiced at all time at home, in school, while crossing a road, while swimming and playing. You must make it a habit to take care of your safety and that of others too. അതായത് നമ്മൾ കുറച്ച് സേഫ്റ്റി റൂൾസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഈ പറയുന്ന ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും അല്ലെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തോ ഏത് സമയത്തും നമ്മൾ എന്തായിരിക്കണം, ഒരു കരുതലോടെ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാം. സേഫ്റ്റി റൂൾസ് ഓൺ ദ റോഡ്. ഓൾവേസ് വാക്ക് ഓൺ ദ പാവ്മെൻറ്റ് ഓർ ദ ഫുട്പാത്ത്. നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോഴത്തേക്കിന് ഫുട്പാത്തിൽ കൂടി മാത്രമേ നടക്കാവൂ അല്ലേ. റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുട്പാത്ത് ഇല്ലെങ്കിൽ റോഡിന് രണ്ട് സൈഡുണ്ട്, ആ സൈഡിൽ കൂടെ മാത്രമേ നമ്മൾ നടക്കാവുള്ളൂ. ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്തിലൂടെ നടക്കാവുള്ളൂ. അതുപോലെ തന്നെ ഓൾവേസ് ക്രോസ് ദ റോഡ് അറ്റ് ദ സീബ്ര ക്രോസിംഗ്. നിങ്ങൾ റോഡിൽ സീബ്ര ക്രോസിംഗ് കണ്ടിട്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ്, അതിലേക്കൂടെ മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ. ഓൾവേസ് ക്രോസ് ദ റോഡ് അറ്റ് ദ സീബ്ര ക്രോസിംഗ്. ഫസ്റ്റ് വൺ എന്നാ പറഞ്ഞത്, ഓൾവേസ് വാക്ക് ഓൺ ദ റോഡ് ഓൺ ദ ഫുട്പാത്ത് അല്ലേ. ഓൾവേസ് ക്രോസ് ദ റോഡ്. സെക്കൻഡ് വൺ, ഓൾവേസ് ക്രോസ് ദ റോഡ് അറ്റ് ദ സീബ്ര ക്രോസിംഗ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലുക്ക് ടു യുവർ റൈറ്റ്, ദെൻ ടു യുവർ ലെഫ്റ്റ്, ദെൻ ടു ദ റൈറ്റ് അഗെയിൻ ആൻഡ് ഓൺലി വെൻ ദ റോഡ് ഈസ് ക്ലിയർ ക്രോസ് ഇറ്റ്. അതായത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കണം, അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം, പിന്നെ ഒന്നുകൂടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയ ശേഷം റോഡ് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ അല്ലേ. ബിഫോർ ക്രോസിംഗ് ദ റോഡ് അറ്റ് കോർണേഴ്സ് ലുക്ക് ഔട്ട് ഫോർ വെഹിക്കിൾസ് അബൌട്ട് ടു മേക്ക് എ ടേൺ. അതുപോലെ റോഡിൻ്റെ കോർണേഴ്സിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിന് വെഹിക്കിൾസൊക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ ഈസ് അവോയ്ഡ് വാക്കിംഗ് ഇൻ ബിറ്റ്വീൻ വെഹിക്കിൾസ് പാർക്ക്ഡ് അലോങ് ദ റോഡ്. അതുപോലെ തന്നെ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വെഹിക്കിൾസിലൂടെ അല്ലെങ്കിൽ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുക വെഹിക്കിൾസ് എന്ന് വിചാരിച്ച് നമ്മൾ നടക്കരുത് അതിലൂടെ. കാരണം ഏത് സമയത്ത് വേണേലും ഈ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാം. ഓക്കെ, സോ അവോയ്ഡ് വാക്കിംഗ് ഇൻ ബിറ്റ്വീൻ വെഹിക്കിൾസ് പാർക്ക്ഡ് അലോങ് ദ റോഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നെവർ പ്ലേ ഓൺ ദ റോഡ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമ്മൾ റോഡിൽ വെച്ച് കളിക്കരുത്. നെവർ പ്ലേ ഓൺ ദ റോഡ്. ഓക്കെ, ഫോളോ റോഡ് സൈൻസ് ആൻഡ് ഒബേ ട്രാഫിക് റൂൾസ്. നമ്മൾ റോഡിൽ കുറച്ച് സിഗ്നൽസ് ഒക്കെ കാണും അല്ലേ, ആ സിഗ്നൽസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സിഗ്നൽസ് കൊണ്ട് എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് ആക്സിഡൻറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ,
So can you see this? റോഡ് സൈൻസ്, കുറേ റോഡ് സൈൻസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ റോഡിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നോ പാർക്കിംഗ് എന്നാണ്. അവിടെ പാർക്ക് ചെയ്യരുത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നോ പാർക്കിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോ യു ടേൺ. കണ്ടോ, യു ടേൺ പാടില്ല. അതുപോലെ നോക്കി നോ ലെഫ്റ്റ് ടേൺ, ലെഫ്റ്റിലേക്ക് തിരിയരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് നോ റൈറ്റ് ടേൺ. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, ഇതെന്തായിരിക്കും? സ്റ്റോപ്പ് അല്ലേ, സ്റ്റോപ്പ് എഹെഡ്. നെക്സ്റ്റ് വൺ ഈസ് ഡു നോട്ട് ഹോൺ, അതായത് ഹോൺ മുഴക്കരുത്. ഓക്കെ, പെഡസ്ട്രിയൻസ് നോട്ട് അലൗഡ്, അതായത് കാൽനട യാത്രക്കാരെ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നോക്കി, ഇതെന്താണ് ഈ സിഗ്നല്? ഡു നോട്ട് ഓവർടേക്ക്, ഓവർടേക്ക് ചെയ്യരുത്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ഇവിടെ 3 സിഗ്നൽസ് തന്നിട്ടുണ്ട്. ഈ സിഗ്നൽസ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരിക. ഓക്കെ, can you see this? Fill in the blanks. Before crossing road at dash, look out for vehicles about to make a turn. Before crossing roads at corners. Okay, next one is never play on the road. Okay, ഇതൊക്കെയാണ് സേഫ്റ്റി റൂൾസ് ഓൺ ദ റോഡ്. നെക്സ്റ്റ് ഈസ് സേഫ്റ്റി റൂൾസ് ഇൻ ദ കിച്ചൺ. കിച്ചണിൽ എന്തൊക്കെ സേഫ്റ്റി റൂൾസ് ആണെന്ന് നോക്കാം. വി മസ്റ്റ് ഫോളോ സേഫ്റ്റി റൂൾസ് ഇൻ ദ കിച്ചൺ. ഡു നോട്ട് പ്ലേ ഇൻ ദ കിച്ചൺ, അതായത് കിച്ചണിൽ നമ്മൾ കളിക്കരുത്. ഡു നോട്ട് പ്ലേ ഇൻ ദ കിച്ചൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡു നോട്ട് ലൈറ്റ് ഫയർ വർക്ക്സ് ഇൻ ദ കിച്ചൺ, അതായത് ഫയർ വർക്ക്സ് ഒന്നും കിച്ചണിൽ വെച്ച് പാടില്ല. ഡു നോട്ട് ലൈറ്റ് ഫയർ വർക്ക്സ് ഇൻ ദ കിച്ചൺ. ഓക്കെ, തേർഡ് വൺ, ആൻഡ് ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് സച്ച് ആസ് stoves, kettles and heaters should be in good working order. If they are not, they may cause fire or accidents. അതായത് നമ്മുടെ കിച്ചണിൽ ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഹീറ്റർ കാണും, ചിലപ്പോൾ സ്റ്റൗ ഉണ്ടായിരിക്കും, കെറ്റിൽസ് ഒക്കെ കാണും. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ ഫയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഗോ ടു ക്ലോസ് ടു ദ സ്റ്റൗ, അതായത് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകരുത്. ഓക്കെ, കുട്ടികളായിട്ടുള്ള നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകരുത്. While cooking in kitchen, do not wear nylon or synthetic clothes which catch fire easily. അതായത് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നൈലോണോ അല്ലെങ്കിൽ സിന്തറ്റിക് ക്ലോത്ത്സോ ഒരിക്കലും ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യരുത്. കാരണം എന്താണ്? പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡു നോട്ട് സ്വിച്ച് ഓൺ the light if you smell cooking gas. Open all windows and doors immediately. Turn off the gas. അതായത് നിങ്ങൾ കിച്ചണിൽ വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കുക്കിംഗ് ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലൈറ്റ് ഇടാൻ ശ്രമിക്കരുത്. പകരം എന്ത് ചെയ്യണം? വിൻഡോസും ഡോർസും ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് തുറന്നേക്കണം. അതായത് ജനലുകളും കതകുകളും എല്ലാം പെട്ടെന്ന് തുറക്കുക. അതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. Turn off the gas. Okay, next is safety rules for handling electrical equipments. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
all electrical equipments should be used carefully. നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം നല്ല കെയർഫുള്ളായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ടേൺ ഓഫ് ദ സ്വിച്ച് ബിഫോർ ടച്ചിങ് ഇലക്ട്രിക് സ്റ്റൗ, ഹീറ്റേഴ്സ് ഓർ ലാംപ്സ്. അതായത് നമ്മൾ ഇലക്ട്രിക് സ്റ്റൗവേലോ ഹീറ്ററേലോ ഒക്കെ തൊടുന്നതിന് മുന്നേ സ്വിച്ച് ഓഫ് ചെയ്യണം. ഡു നോട്ട് ടച്ച് ഇലക്ട്രിക് വയേഴ്സ് ആൻഡ് കോഡ്സ് വിത്ത് ഡാം ഓർ വെറ്റ് ഹാൻഡ്. നനഞ്ഞ കൈകൊണ്ട് നമ്മൾ ഒരിക്കലും ഇലക്ട്രിക് വയേഴ്സിലോ അല്ലെങ്കിൽ സ്വിച്ച് ഇടാനോ ഒന്നും ശ്രമിക്കരുത്. ഇതൊക്കെ നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഡു നോട്ട് ട്രൈ ടു റിപ്പയർ ഇലക്ട്രിക് വയേഴ്സ്, പ്ലഗ്സ് ഓർ ഫ്യൂസസ്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കേട് പറ്റിയാൽ ഉടനെ തന്നെ ഈ പ്ലഗോ ഫ്യൂസോ ഒന്നും നമ്മൾ റിപ്പയർ ചെയ്യരുത്. നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കണം. ഓക്കെ. ഇഫ് വാട്ടർ ഈസ് ബീയിങ് ഹീറ്റഡ് വിത്ത് ആൻ ഇലക്ട്രിക് റോഡ്, ഡു നോട്ട് ടച്ച് ദ ബക്കറ്റ് വൈൽ ദ സ്വിച്ച് ഈസ് ഓൺ. യു ക്യാൻ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. അതായത് നമ്മൾ ഇലക്ട്രിക് റോഡ് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ബക്കറ്റിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്നും തൊടാൻ ശ്രമിക്കരുത്. ആദ്യം തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. ഓക്കെ. അതർവൈസ് യു ക്യാൻ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ. ഇൻ കേസ് എ പേഴ്സൺ ഗെറ്റ്സ് ആൻ ഇലക്ട്രിക് ഷോക്ക്, സ്വിച്ച് ഓഫ് ദ മെയിൻ ഫസ്റ്റ്. അതായത് ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം. ഓക്കെ. ഇൻ കേസ് എ പേഴ്സൺ ഗെറ്റ്സ് ആൻ ഇലക്ട്രിക് ഷോക്ക്, സ്വിച്ച് ഓഫ് ദ മെയിൻ ഫസ്റ്റ്. ഓക്കെ. This much for today. You study well. We will meet in the next class. Thank you.